ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ എക്സ്പീരിയൻസസ് ഒത്തിരി ഉണ്ട്. ഒരു കുട്ടി ഗർഭസ്ഥ ശിശു ആവുന്നത് തൊട്ട് 8 വയസ്സ് വരെ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അവർക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ, ഏറ്റവും ട്രോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായിട്ടോ എന്തോ ആയിക്കൊള്ളട്ടെ, വളരെ നിരാശ ഉണ്ടാക്കുന്നതോ എന്ത് കാര്യമായിക്കോട്ടെ, ആ സാഹചര്യങ്ങൾ ഒന്ന് അവർ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ അവർ ആ ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസ്, അത് ഒരു കുട്ടിയെ എത്രമാത്രം അവരുടെ വളർച്ചയിൽ പിന്നീടുള്ള വളർച്ചയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരാൾ നമ്മുടെ ഒരു വർക്ക്ഷോപ്പിൽ നടന്നൊരു സംഭവമാണ്. അതിൽ വന്നൊരാൾ, പുള്ളിക്ക് മരണഭയം ഭയങ്കരമായിട്ട്, മരിക്കാൻ പോകുന്ന ഓരോ സമയത്ത് ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴായിരിക്കും, ആ ഒരു ഭയങ്കരമായൊരു മരിക്കുന്നതിനടുത്ത് വരെയുള്ള ഒരു ഫീലിംഗ് വരികയാണ്. ആ ഉറക്കത്തിൽ നിന്ന് ആൾ ചാടി എണീറ്റിട്ട് ഭയങ്കര പാനിക്കാവും. കാരണം മരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു എക്സ്പീരിയൻസിലാണ് ആൾ പോകുന്നത്. ആ ആളുടെ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുമ്പോൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് 1 ദിവസം പോലും ആയിട്ടില്ല, ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ ഉള്ള സമയത്താണ് ഇതിൻ്റെ മുഖത്തേക്ക് ആരും അടുത്തില്ലാത്തൊരു സമയത്ത് എൻ്റെ മുഖത്തേക്കൊരു തുണി വന്ന്, ആ ആളോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ കാണുന്നത്, മുഖത്തേക്കൊരു ചെറിയൊരു തുണി വന്ന് വീഴാണ്. ആ തുണി വന്ന് വീണ സമയത്ത് ഒത്തിരി നേരം ഒത്തിരി ഒരു സെക്കൻഡ്, അത്ര ഒരു സെക്കൻഡ് പെട്ടെന്ന് ആളൊന്ന് മാറ്റുന്നുണ്ട്. പക്ഷെ അത്രയും സെക്കൻഡിൻ്റെ ഇടയിൽ മരണത്തിനോട് അടുത്ത ഒരു എക്സ്പീരിയൻസ് അതിനുണ്ടാവുകയാണ്. ആ ഒരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ അത് ഇത്രയും വയസ്സ് കഴിഞ്ഞിട്ട് 35 വയസ്സായ ആ ഒരാൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ അവരുടെ സെൽഫ് എസ്റ്റീം, അതായത് എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അത് ചെയ്യാൻ പറ്റാതിരിക്കാനുള്ളത്, ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുക, പിന്നെ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക, പഠിത്തത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ടുണ്ടാകുന്ന പല കാര്യങ്ങൾക്കും ഈ ഏജിലുള്ള സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രധാന കാരണമായിരിക്കാം. അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്താൽ മാത്രമേ അത് കണ്ടുപിടിച്ച് ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റായിട്ട് ക്യൂർ ചെയ്ത് ഒരു പുതിയ ആളായിട്ട് വരാനും പറ്റും.